വല്യപ്പച്ച മോനെ യാത്രയൊക്കെ സുഖമായിരുന്നു ഒന്നാമത് കൊണ്ടുവന്നിട്ടുണ്ട് പറ്റിയാക്കുണ്ടോ ആ ഉടുപ്പ് ഒന്നാമതൊരു ഉടുപ്പല്ലേ തരാം തരാമെന്ന് പറഞ്ഞില്ലേ എനിക്ക് പോയല്ലോടാ മോനെ. ഞാനിപ്പോ നന്നായിരിക്കും അവിടെ നിന്ന് എല്ലരി ഒന്നും കിട്ടത്തില്ലയോ? പിന്നെ എല്ലാം കിട്ടും. ഓ യുദ്ധത്തിന് പോകുമ്പോ ഒന്നും കഴിക്കാനൊക്കത്തില്ലായിരിക്കും അല്ലേ? ഇപ്പൊ യുദ്ധമൊന്നും ഇല്ല വല്യപ്പച്ച. യുദ്ധമൊന്നും ഇല്ല. പിന്നെ നീ അവിടെ എന്തോ എടുക്കുക? ആ തരാം. ഇത് രണ്ടും നിനക്ക്. ഇത് വല്യപ്പച്ചന് കമ്പനി ഉടുപ്പാ, തണുപ്പ് മാറ്റാനുള്ളത്. ഇത് അച്ചായന്. ഇനി ഇത് കൊച്ചമ്മയ്ക്കുള്ളതാ. കൊള്ളാം. കിട്ടുന്ന കാശൊക്കെ ഇങ്ങനെ ചിലവാക്കിയാലോ രാജാ? സാരമില്ല കൊച്ചമ്മേ. ഇത് വല്യപ്പച്ചനാ. വിവരങ്ങളെല്ലാം ഞാൻ ഗോപാലനായ സാറിന്റെ അടുത്ത് പറഞ്ഞ് അയച്ചിരുന്നല്ലോ. അല്ല, സഭ രണ്ടാണെന്നുള്ളതാണല്ലോ പ്രധാന തടസ്സം. ഞാൻ ഈ സഭയിൽ ചേരാം. അതെങ്ങനെയാ സാറേ? വെള്ളം മാറി കുളിച്ചെന്ന് കണ്ട് തിരുസഭയുടെ വിശ്വാസത്തിന് മാറ്റം? ഞങ്ങളും പഴയ... വേണ്ട. മാർഗവാസികളാരും ഇന്ന് വരെ ഈ തറവാട്ടി ബന്ധത്തിന് ഇറങ്ങിയിട്ടില്ല. കുടുംബത്തിന്റെ വലുപ്പ ചെറുപ്പത്തെ കുറിച്ച് നമുക്ക് തർക്കിക്കണ്ട. ഞാനും കുട്ടിയമ്മ സാറും കൊച്ചുകുട്ടികളല്ലല്ലോ. ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ടെന്ന് ഓർത്താൽ കൊള്ളാം. ഞങ്ങളോ? ഏത് ഞങ്ങള്? ഞങ്ങളെന്നും മറ്റും പറയണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞേച്ചാൽ മതി. കുട്ടിയമ്മ സാർ ഇവിടെ ഉണ്ടല്ലോ, വിളിച്ച് ചോദിക്കാട്ടെ. ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. തീരുമാനം എടുത്തു കഴിഞ്ഞോ? അതെ. വേണ്ട പോലെ അത് നടത്തി തന്നാൽ എല്ലാവർക്കും നല്ലത്. താൻ ഒരു അന്യ നാട്ടുകാരനായതുകൊണ്ട് ഞാനിത് ക്ഷമിക്കുന്നു. ഞങ്ങളുടെ ഈ തറവാട്ടിൽ കയറി വന്ന് ഇത്തരം വർത്തമാനം ആരും പറഞ്ഞു. ഇനി മേലെ ആരോടെങ്കിലും ഇത് പറഞ്ഞാൽ മുഴുവൻ പറയണം. തന്റെ കഴുത്ത് കാണത്തില്ല. ഇത് മാഞ്ഞൂക്കോളമാ സ്ഥലം. ഒന്ന് വെറുതെ ഇരുന്നാട്ടെ. കുടുംബത്തിൽ പറക്കാത്തവളെ നിന്റെ കുറ്റമാണ് ഇതെല്ലാം. എല്ലും ചോറും കൊടുത്ത് വളർത്തലോടി പെൺപിള്ളേര്. മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ കാലിന്റെ മുത്തി ഞാൻ തല്ലിയോടിച്ച് അകത്തിട്ട് കൂട്ടുമെന്ന് അവളോട് പറഞ്ഞേ. കല്യാണക്കാര്യം വന്നിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ പാടി? അതെങ്ങനെ? എന്തെങ്കിലും ഒന്ന് മിണ്ടിപ്പോയാൽ കടിച്ചു കീറാൻ വരുമല്ലോ. എടി എന്താന്ന് വെച്ചാ പറ. കല്യാണ ചെലവിനുള്ള രൂപ അവിടെ കയ്യിലുണ്ട്. സ്ത്രീധനമൊന്നും വേണ്ടാന്നല്ലയോ പറയുന്നു. അതുകൊണ്ട് അതങ്ങ് നടക്കട്ടെ. കത്തോലിക്കനായാലെന്നാ ഒരു ആമ്പർന്നല്ലയോ? മാനാഭിമാനം ഇല്ലാത്തവളെ. ഇതാ ഞാൻ പറഞ്ഞേ. പെണ്ണവകാലം അച്ഛനെ ചെയ്താലുണ്ടല്ലോ, അന്നേരം എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. നീ എവിടെ പോവാൻ ഒരുങ്ങ? മുക്കിലോട്ട്. പോയാ വേഗം വരണം. പുത്തനാറ്റുവരെ പെണ്ണ് കാണാൻ പോണ്ടേ? ഞാൻ പോകുന്നില്ല. ഇത് കൊള്ളാം. രാജന്റെ അമ്മാച്ചൻ കൊച്ചുകുട്ടിച്ചായൻ ഇപ്പൊ വരും. ഇവരൊക്കെ ഒരുങ്ങിക്കെട്ടി കാത്തിരിക്കും. എന്നോട് ആലോചിക്കാതെ എന്തിനാ വാക്ക് കൊടുത്തത്? പിന്നെ പെണ്ണിനോടും ചെറുക്കനോടും ചോദിച്ചല്ലേ വാക്ക് കൊടുക്കുക. അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും. നടന്നു. ഒരു പെണ്ണ് കയറി വന്നാൽ താമസിക്കാൻ എത്ര സൗകര്യമുള്ള വീടാണിത്. എവിടെ കിടന്നുറങ്ങും? എല്ലാ സൗകര്യങ്ങളും ഒത്ത് കല്യാണം നടത്താൻ നോക്കും. അതൊക്കെ ഉണ്ടാകും. ഈ സൗകര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടാകട്ടെ. നല്ല വീട്ടിൽ നിൽക്കുന്ന പെണ്ണെ വിളിച്ചുകൊണ്ടെന്ന് പ്രയാസപ്പെടുന്നത് എന്തിനാ? നല്ല പെൺകൊച്ചാണെങ്കിൽ ഇതൊന്നും വലിയ പ്രയാസമായിട്ട് തോന്നുന്നല്ലേ. നീ ഏതായാലും അവിടെ വരെ പോണം. ഇല്ലെങ്കിൽ കുറച്ചില്ല. എടാ മക്കളെ, എന്തോ വല്യപ്പച്ചൻ വിളിക്കും. നീ ഒന്ന് പോ. ഞാൻ മുക്കിലോട്ട് പോകാം. വല്യപ്പച്ചൻ എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ മുക്കിലോട്ട് പോവുകയാണെന്ന്. ഉറച്ചു പറയണം. നീ മുക്കിലോട്ട് പോകുന്ന വഴി നിന്റെ അപ്പന്റെ ചേട്ടന്മാരുടെ വീട്ടിലേക്ക് ഒന്ന് കയറണം. ഞാൻ ഇങ്ങനെ ഒരുത്ത ഈ കാട്ടിലേക്ക് കിടക്കുന്നുള്ള കാര്യം ഇപ്പൊ അവന്മാർക്ക് ഒന്നും ഒരു ഓർമ്മയില്ല. അതെങ്ങനാ?
മൂത്തവൻ തീവതീത് പ്രയാസക്കാരൻ. അവന്റെ മൂത്ത മോളും ആദ്യം പെണ്ണിനെ കെട്ടിക്കാതെ നിൽക്കുന്നു. അവള് പോയാ പിഴപ്പ് പറ്റിയെന്നാ അവന്റെ പേര്. എന്ന് വിചാരിച്ച് പെണ്ണിനെ ഇങ്ങനെ ഉള്ള കാലം മുഴുവൻ കെട്ടിയിട്ടേക്കാൻ നോക്കുമോടാ? എനിക്കറിഞ്ഞൂടെ. അപ്പോഴവന്റെ കാര്യം അങ്ങനായേ. പിന്നെ നടുവെത്താൻ കുഞ്ഞു ചെറുക്കൻ. അവനിങ്ങനെ ഉരുട്ടിയും പുരട്ടിയും കാലം കഴിക്കുന്നു. ആരെ വിറ്റാലും പണയം വെച്ചാലും അവന്റെ കാര്യം നടക്കണം. എന്നിട്ട് വല്ല എഴുന്നേറ്റുകൊണ്ടോ അതില്ലതാ. ഇതൊക്കെ എന്തിനാ വല്യപ്പച്ചൻ എന്നോട് പറയുന്നത്? ആരോടെങ്കിലും ഒന്ന് പറയണ്ടായോടാ. എല്ലാവരുടെ കാര്യവും എനിക്കറിയാം. എന്തുവാ? 3-4 വർഷമായി കിട്ടുന്നതൊക്കെ ഞാൻ അച്ഛൻ്റെ പേർക്ക് അയച്ചു കൊടുത്തു. ഇതൊക്കെ എന്ത് ചെയ്തു? ഈ വീടെങ്കിലും നന്നാക്കാമായിരുന്നില്ലേ? അതെങ്ങനെ? കിട്ടുന്നതൊക്കെ വണ്ടിക്കൂലിക്ക് കൊടുക്കും. ഒരു നാട് നന്നാക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജ്യഭരണം. ഇത് പറഞ്ഞ് വഴക്കിടാത്ത ദിവസങ്ങളില്ല രാജ. ആര് പറഞ്ഞാലും വകയില്ല. ഇതിന് വഴി ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സഞ്ചരിക്കുന്നു ഇവിടുത്തെ പണം എടുത്തല്ലടാ. അതിന് അവന് കിട്ടും. കിട്ടും എവിടെന്നാ? ചുമ്മാ ആളെ കൊണ്ട് പറയിക്കാൻ ഊര് തണ്ടി നടക്കുന്നു. അവന്റെ അപ്പന്റെ മുൻകോപവും ശുണ്ടിയെല്ലാം ഇവനും കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, അവനെ മാത്രം പിണക്കരുത്. കഞ്ഞൂടി മുട്ടിപ്പോവും. എന്ത് പറഞ്ഞാലും കുടുംബസ്നേഹം ഉള്ളവനാ. കൊച്ചുകുട്ടിച്ചായം വന്നല്ലോ. ആരാ? രാജന്റെ അമ്മാച്ചൻ. വന്നാട്ടെ ചായ. അപ്പനിപ്പോ വിശേഷിച്ച് അസുഖമൊന്നും ഇല്ലല്ലോ. ക്ഷീണമാ. ഇനി ഇപ്പൊ ക്ഷീണം വരരുതെന്ന് പറഞ്ഞാൽ ഒക്കുവോ? രാജൻ ആ മുക്കിലോട്ട് ഇറങ്ങിയല്ലോ. ഞാൻ കണ്ടു. അവനിപ്പോഴിങ്ങ് വരാമെന്ന് പറഞ്ഞു. എന്നാ അച്ഛൻ ഇരുന്നാട്ടെ, ഞാൻ കാപ്പി കൊണ്ടുവരാം. വേണ്ട, ഞാൻ കാപ്പി കുടിച്ചതാ. നീ അങ്ങോട്ട് വരുന്നുണ്ട്. വരും. ഞാന് പെൺകുട്ടിയുടെ അമ്മാച്ചനാണ്. എന്റെ പേര് ചാക്കോ. ടീച്ചറാണെന്ന് പറഞ്ഞാലേ? ഞാൻ ചെറുക്കന്റെ അമ്മാച്ചനാണ്. എന്റെ പേര് കൊച്ചുകുട്ടി. പക്ഷേ ടീച്ചറല്ല. അതുകൊണ്ട് കയ്യിൽ 4 കാശ് കാണും. അതൊക്കെ കണക്ക് തന്നെ സാറേ. അല്ലെങ്കിൽ പിന്നെ വല്ല കരിഞ്ഞെന്തയോ കള്ളക്കടത്തോ നടത്താം. അതും നേരെ ഇക്കാലത്തെ കാശുണ്ടാക്കണമെങ്കിൽ അങ്ങനെ വന്ന് കിട്ടിക്കണം. ഓ, പെൺകുട്ടിയുടെ അപ്പൻ മരിച്ചിട്ട് 18 വർഷമായി. ആക്സിഡന്റ് ആയിരുന്നു. അളിയൻ മരിച്ച് 3 മാസം കഴിഞ്ഞാണ് ഇവളെ പ്രസവിച്ചത് തന്നെ. ഓഹോ. രാജന് എത്ര നാളത്തെ അവധിയുണ്ട്? 2 മാസം. 2 മാസം എന്ന് പറഞ്ഞാല് ലീവ് എത്ര? ജേർണി പീരീഡ് എത്ര? 56ഉം 12ഉം. 68 എന്ന് പറയുക. ഞാനും കുറച്ചു കാലം പട്ടാളത്തുണ്ട്. ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി. വിരോധമില്ല. വെള്ളം. വഴി കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ടി വന്നില്ല. വഴിയിൽ 1-2 പേരോട് ചോദിക്കേണ്ടി വന്നു. പിന്നെ പള്ളി അടുത്താണെന്ന് അറിയാമായിരുന്നല്ലോ. അതെ. അതെ. മോളെ ശാന്തമ്മേ, കാത്തു കൊണ്ടുപോവാ. സാർ ഇങ്ങോട്ടിരിക്കുന്നു. വിവരങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞിരിക്കുമല്ലോ. 3 പെൺമക്കളിൽ ഇളയവളാണ് ശാന്തമ്മ. പെങ്ങളുടെ കാലശേഷം ഈ വീടും പറമ്പും ഒക്കെ അവൾക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതൊക്കെ നിങ്ങളുടെ മനസ്സ്. ഞങ്ങൾക്ക് പെൺകുട്ടി നന്നായിരിക്കണമെന്നേ ഉള്ളൂ. മറ്റെല്ലാം ദൈവഹിതം പോലെയല്ലേ വരുന്നത്. അതെ അതെ. രാജന് പെൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ? ഓ, പഴയ കാലമൊന്നുമില്ലല്ലോ. അതെ അതെ. നമുക്ക് എന്നാലേ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ കാലത്ത് ഇങ്ങനെയൊന്നും നടപ്പില്ല. മോളെ ഇങ്ങോട്ട് വാടി.
അല്ലേ? അതെ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ. തുടർന്ന് പഠിക്കാനാണോ ആഗ്രഹം? പഠിക്കാൻ ആഗ്രഹമുണ്ട്. കല്യാണം കഴിഞ്ഞാലും? പിന്നെ എന്റെ ഇഷ്ടമാണോ? ആ, അതിരിക്കട്ടെ. ശാന്തമ്മയ്ക്ക് എന്നെ ഇഷ്ടമായോ? പറയൂ. രാജച്ചായനെ എന്നെ ഇഷ്ടമായോ? ഇഷ്ടമായി. മക്കളെ, ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു ചടങ്ങ് മാത്രം. ഇവളെ ഓർത്ത് കുഞ്ഞ് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഞാൻ അവൾ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. നിങ്ങൾ പോയി വെട്ടിനെ പറയാനേ. അവൻ അത്ര മുഷ്കാണെങ്കിൽ ഞാൻ പോലീസ് ഇൻസ്പെക്ടറോട് പറയാം. അച്ചായനെ ഇവിടെ കാണത്തില്ലയോ? ഞാൻ വരാമിടോ. ആവശ്യമുള്ള കാര്യത്തിന് വരാതിരിക്കാൻ പറ്റുമോ? ശരി, നീ പോ. വെച്ചോ, അവരെല്ലാം കൂടെ വിളിച്ചോ. ശരി. എന്തുവാടാ രാവിലെ നാട്ടു വരണം? ഇല്ല, ഈ പഞ്ചായത്ത് റോഡ് വിട്ടുന്ന കാര്യം വെച്ചാ നീ ഈ പഞ്ചായത്ത് കാര്യവും നിയോജകമണ്ഡല കാര്യവും ഇലക്ഷൻ കാര്യവും ഒക്കെ ആയിട്ട് നടന്ന വീട്ടുകാര്യങ്ങളാരും നോക്കും. കല്യാണത്തിന് ഇനി 10 ദിവസമേ ഉള്ളൂ. അയ്യോടാ, അതിപ്പോ നാലെണ്ണ വേണം. ദൈവത്തെ ഓർത്ത് നീ ഈ നാട്ടുകാര്യങ്ങളൊക്കെ ഒന്ന് നിർത്ത്. അറിയിക്കേണ്ട ബന്ധുക്കാരെയൊക്കെ അറിയിച്ചോ? അതൊക്കെ ഞാൻ അറിയിച്ചു. പിന്നെ ഞാൻ ചന്തയിൽ നിന്ന് വരിക. പഴക്കായും ഇലയൊക്കെ ഇടപാട് ചെയ്തിട്ടുണ്ട്. മീനും ഇറച്ചിയൊക്കെ ഞാൻ അവരാനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കൊള്ളാം. പിന്നെ വൈകിട്ട് ഞാനങ്ങ് വീട്ടിലോട്ട് വരും. അവിടെ കാണണം.